ആർ അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തഭൂമിയിലെത്തി നേരിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം വിജയ് രൂപാനിയുമായുള്ള ബന്ധവും അടുപ്പവും വിജയ് രൂപാനി എന്ന നേതാവിൻ്റെ ഒരു ഭരണ പ്രാവീണ്യവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടുന്നുണ്ട്. കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അച്യുതൻ? പ്രജിൻ, പ്രധാനമന്ത്രി നേരിട്ട് എത്തി തന്നെയാണ് ഈ അപകടത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ അഹമ്മദാബാദിലേക്ക് എത്തുന്നു. അവിടെ ആദ്യം സന്ദർശിക്കുന്നത് ഈ അപകടം നടന്ന ഇടമാണ്. അതായത് ഈ അഹമ്മദാബാദ് എയർപോർട്ടിനോട് ചേർന്ന് ഡോക്ടർമാരുടെ ഹോസ്റ്റൽ, അവിടേക്ക് പ്രധാനമന്ത്രി എത്തി. എന്താണ് ഈ അപകട തീവ്രത എന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെ അതെന്താണെന്നുള്ളത് വിവരിക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ തന്നെ തകർത്ത ആ ഒരു വലിയ അപകടമായി ഇത് മാറി എന്നുള്ളതാണ്. ഈ നിലവിൽ ജീവൻ നഷ്ടമായവർ, അവർ മൂലമുണ്ടായിരിക്കുന്ന ശൂന്യത അത് കാലങ്ങളോളം നിലനിൽക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കുറിച്ച വാക്കുകൾ. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ അടുത്തേക്ക്, പരിക്കേറ്റവരുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയും അവരെ സന്ദർശിക്കുകയും ചെയ്തു. അതിൽ വിമാനത്തിലെ യാത്രികൻ കൂടിയായ, രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രികനായ വിശ്വാസ് കുമാർ രമേശിനെ പ്രധാനമന്ത്രി കാണുകയും വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. മറ്റൊന്ന് ഈ വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം, ഒരു അസ്വാഭാവികത ഇതിൻ്റെ ടേക്ക് ഓഫ് സമയത്ത് ഉണ്ടായതായുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം 2538 മീറ്റർ മാത്രം ഈ ടേക്ക് ഓഫിന് മതിയാകുന്ന, റൺവേയിൽ മതിയാകുന്ന ഒരു വിമാനം അന്ന് 3000, അതായത് ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ റൺവേയുടെ മുഴുവൻ നീളമായ 3500 മീറ്റർ ആ നീളം സഞ്ചരിച്ചു കൊണ്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അസ്വാഭാവികത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുമായി അറിയിക്കുന്ന കാര്യങ്ങൾ, ഈ അന്തരീക്ഷ താപനില ഉയർന്നു കഴിഞ്ഞാൽ അത് എൻജിൻ ത്രസ്റ്റിനെ ബാധിക്കാനുള്ള ചില സാധ്യതകളുണ്ട്. ഇനി കാറ്റിൻ്റെ വേഗത കൂടുതലാണെങ്കിലും അത് എൻജിൻ ത്രസ്റ്റിനെ ബാധിക്കും. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ വിമാനം സ്വാഭാവികമായും കൂടുതൽ റൺവേയുടെ നീളം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുക. അതിനെ മറികടക്കാനായാണ് അത്തരം രീതികൾ പൊതുവെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ വിമാനം അത്തരമൊരു സാഹചര്യം, അല്ലെങ്കിൽ ഈ റൺവേയുടെ മുഴുവൻ നീളമായ 3500 മീറ്റർ വിമാനം നീങ്ങിയ ശേഷമാണ് ഈ ടേക്ക് ഓഫ് നടത്തിയത്. പക്ഷേ ഈ ആൾട്ടിറ്റ്യൂഡ്, അതായത് വേണ്ടത്ര ഉയരത്തിലേക്ക് വിമാനത്തിന് പറന്ന് പൊങ്ങാനും സാധിച്ചിരുന്നില്ല. 625 അടി മാത്രം, ഏതാണ്ട് 190 മീറ്റർ മാത്രമാണ് ഈ വിമാനത്തിന് ഉയർന്നു പൊങ്ങാനായി കഴിഞ്ഞത്. അതിനുശേഷം ATCയുമായി ഈ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ എന്ന മേഡേ എന്ന് പറയുന്ന വാക്ക് ATCക്ക് ആ സന്ദേശം നൽകുന്നു. പക്ഷേ ATC തുടർന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വിമാനവുമായി പൂർണ്ണമായ ബന്ധം ATCക്ക് നഷ്ടമായി കഴിഞ്ഞു എന്നാണ് ATC ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിമാനം തൊട്ടടുത്ത് ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ സാങ്കേതിക തകരാറ്, അതായത് ഈ ഡബിൾ എൻജിൻ തകരാറെന്നുള്ള അപൂർവമായിട്ടുള്ള ഒരു വിമാന അപകടം ആണോ ഉണ്ടായത്, അത്തരമൊരു തകരാറാണോ ഉണ്ടായത് എന്നുള്ള സൂചനകൾ വരുന്നത്. കാരണം 2 എൻജിനുകളും തകരാറിലാവുന്ന ഒരു സാഹചര്യം ഈ വിമാനം നേരിട്ടോ, അത്തരമൊരു പ്രതിസന്ധി നേരിട്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അപകടം കഴിഞ്ഞ് ഇന്നിപ്പോൾ 24 മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വിദഗ്ധ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ DVR കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഈ ആശയവിനിമയം, വിമാനത്തിനകത്തെ ആശയവിനിമയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അതിൽ 290-ലധികം പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ 260-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് പേരെ കാണാനില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ യാതൊരു വിവരവുമില്ല, അവരവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടത്. ഇങ്ങനെ ഈ കാണാതായവരുടെ എണ്ണവും ഒരു വലിയ ആശങ്കയായി ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ അച്യുതൻ. തീർച്ചയായിട്ടും റിജിത്ത്, കാരണം ഈ വിമാനം ഇടിച്ചിറങ്ങിയത് ജനവാസ മേഖലയിലാണ്. അത് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രികരെ മാത്രമല്ല, ഈ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ അപകടം വഴിമാറിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ അപകടമുണ്ടായ തൊട്ടു പിന്നാലെ രാത്രിയോടുകൂടി പുറത്തു വന്ന മരണ റിപ്പോർട്ടുകൾ എന്നെ സംബന്ധിച്ചത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം വിമാനത്തിലുണ്ടായിരുന്നത് 242 പേർ, അതിൽ ഒരാൾ രക്ഷപ്പെടുന്നു, 241 പേർ മരിച്ചതായുള്ള വിവരം പുറത്തു
പുറത്തു വരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി മരണസംഖ്യ 260 അടുക്കുമ്പോൾ തന്നെ ഈ അപകടം അത് ജനവാസ മേഖലയിലെ പ്രദേശവാസികളെ കൂടി ബാധിച്ചു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഒപ്പം ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവർ, അവരെയെല്ലാം ഇത് ബാധിച്ചോ എന്നതാണ് ഇനി അറിയേണ്ടത്.